ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഹെയർ ബാൻഡാണ് ചെയ്യുന്നത്. അതിനായിട്ട് മെറ്റൽ ബോ, ഗ്ലൂ, അതുപോലെ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് വേണം. പിന്നെ ഇതുപോലെ ഒരു പീസ് കാർഡ്ബോർഡ് കഷ്ണം കട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഞാനൊരു റെഡ് കളർ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലേസാണ്. അത്ര ഐറ്റംസാണ് വേണ്ടത്. ഇതിൽ ലേസും സ്റ്റോൺ ചെയിനും ഒക്കെ ഓപ്ഷണലാണ്. അത് നിങ്ങൾക്ക് സ്റ്റോൺ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ച് കൊടുക്കാം സെൻറ്ററിൽ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ബോ ചുറ്റും ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് ഗ്ലിറ്റർ ഷീറ്റിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കത് ഗ്ലൂ കൊടുത്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിവിടെ ബോയിൽ ആ റെഡ് തന്നെയാണ് ഒട്ടിച്ച് കൊടുത്തത്. പക്ഷേ ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് കളർ മാറ്റി കൊടുക്കായിരുന്നു, ഗ്രീനോ വൈറ്റോ കൊടുക്കായിരുന്നു എന്ന് തോന്നി. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്ന് മാറ്റി കൊടുത്തോളൂ. കാരണം നമ്മൾ ആ ഒരു ലീഫ് പോലത്തെ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഷേപ്പ് കറക്റ്റ് മനസ്സിലാവാത്ത രീതിയിലൊന്ന് വന്നു. അപ്പോൾ എനിക്ക് തോന്നി അത് മാറ്റി കൊടുത്തെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് മാറ്റി കളർ മാറ്റി ഒന്ന് ചെയ്ത് നോക്കുക. അതായിരിക്കും ഭംഗിയെന്ന് തോന്നുന്നു. ഫസ്റ്റിൽ ഞാനത് അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. ഞാനങ്ങോട്ട് കറക്റ്റ് സെയിം കളറിൽ തന്നെയാണ് നമ്മൾ സാറ്റിൻ ബോയൊക്കെ എടുക്കാറ്. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങ് എടുത്തു. പക്ഷേ ഇതിന് വന്നപ്പോൾ അതൊരു കുറച്ചും കൂടി ഭംഗിയായതിനേന്ന് തോന്നി കളർ മാറ്റിയിരുന്നെങ്കിൽ. ഇതാ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ലീഫിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ബാക്കിൽ ആ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. പണി കിട്ടി. നമ്മുടെ പെൻസിലിൻ്റെ ആ ഒരു തുമ്പൊടിഞ്ഞു പോയി. നമ്മൾ എന്തൊരു കാര്യം തിരക്ക് പിടിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടുമല്ലേ? അതെനിക്ക് മാത്രമാണോ അതോ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങളും പറയണം കേട്ടോ കമൻറ്റിലൂടെ. അപ്പോൾ ഞാനത് മാറ്റി പാൻ എടുത്തു. ആദ്യമേ എനിക്ക് പാൻ എടുത്താൽ മതിയായിരുന്നു, ഞാൻ അത്ര ചിന്തിച്ചില്ല. അടുത്തിരിക്കുന്നുണ്ടായിരുന്നത് പെൻസിലാണ്. അപ്പോൾ അത് വേഗം എടുത്ത് വെച്ച് വരച്ച് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ തുമ്പും പോയി. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒന്ന് വരച്ചിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് 7 പീസാണ് എടുക്കുന്നത്. അങ്ങനെ 14 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ലീഫിൻ്റെ ഷേപ്പ് കറക്റ്റ് കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതുപോലെ ഒന്ന് ഷേപ്പ് നമുക്ക് ഓരോന്നിൻ്റെയും ബാക്കിലൊന്ന് വരച്ചു കൊടുക്കാം. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ചെയ്തോളൂ. അപ്പോൾ ലീഫിൻ്റെ കറക്റ്റ് സൈസ് ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇതുപോലെ ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെയൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഹെയർ ബാൻഡിൻ്റെയും ജ്വല്ലറി മേക്കിങ്ങിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഷേപ്പ് നമ്മൾ അടയാളപ്പെടുത്താണ്ട് അതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുക. ആ 2 സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ആ ലീഫിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നമുക്ക് അയൺ ബോക്സിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് അങ്ങനെ ചൂടാക്കണ്ട, വല്ലാതെ വളഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചൂടാക്കി അങ്ങനെ എടുക്കുക. എല്ലാം കൈ സൂക്ഷിക്കുക എല്ലാവരും ചെയ്യുമ്പോൾ. ഞാനിപ്പോൾ പാൻ കൊണ്ട് ചെയ്യുന്നുണ്ട്, ആരും ചെയ്യരുത്. കാരണം പ്ലാസ്റ്റിക്കാണ്, ഉരുകി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രാക്ടീസ് ഇല്ലാത്തവരൊന്നും അങ്ങനെ ചെയ്യരുത്. എന്തെങ്കിലും നമ്മുടെ മരത്തിൻ്റെ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ മരത്തിൻ്റെ കഷ്ണമൊക്കെ വെച്ചിട്ട് ചെയ്യാവൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്ററിലല്ല, അവിടെ നിന്ന് കുറച്ചൊരു നീക്കിയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ വരുന്ന രീതിയിൽ നമ്മളൊന്ന് നോക്കുക. 2 സൈഡിലേക്ക് വരും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു ലീഫിൻ്റെ എടുത്തിട്ട് നമ്മളതിന് നേരെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതിൽ കൂടുതൽ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ജസ്റ്റ് നമ്മൾ നേരെ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നേരെ വെച്ച് ഒട്ടിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലേക്കായിട്ട് 2 സൈഡിലേക്കും ഓരോ ലീഫ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഗ്ലൂ ഒന്ന് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്കും അത് ചെരിച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ ഒട്ടിക്കുമ്പോൾ ഈ ലീഫ് വെച്ചതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഞാനതൊരു ഇത്തിരി താഴ്ത്തിയാണ് വെച്ചത്. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ ഒരു ലീഫ് ചെരിച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലീഫ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെരിച്ച് വയ്ക്കുക. അപ്പോഴാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. ഞാനത് കുറച്ച് താഴ്ത്തുനിന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഭംഗി കുറവൊന്നുമില്ല എങ്കിലും കണ്ടോ, ഞാനിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് ചെയ്തോളൂ.
ഈ ഒരു മോഡൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ നമ്മൾ ഫസ്റ്റ് ഒരു മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വരുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാനത് എനിക്ക് വന്ന മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതങ്ങനെ വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിന് നമ്മൾ അതേപോലെ 2 സൈഡിലേക്ക് ഓരോന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 3 സെക്ഷനായിട്ട് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. 3 പെയറായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് പോലെ ഒട്ടിച്ച് കൊടുക്കുക. അത് മോൾക്ക് വേണ്ടി ചെയ്തത് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോൾക്ക് ചെയ്തതാണ്. ക്രിസ്മസൊക്കെ ആവാറായല്ലോ. അപ്പോൾ പിന്നെ ക്രിസ്മസിൻ്റെ തീം തന്നെ ആയിക്കോട്ടെ ഹെയർ ബാൻഡ് എന്ന് ഞാൻ വിചാരിച്ചു. ക്രിസ്മസ് ഫംഗ്ഷനൊന്നുമല്ല, വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഹെയർ ബാൻഡ്. അപ്പോൾ ആദ്യമായിട്ട് ഈ മോഡൽ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ പറയണം. അതുപോലെ തന്നെ എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും പറ്റാതെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് വേണം, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഗ്യാപ്പ് സെൻറ്ററിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇടുക. നമുക്ക് ആ നമ്മുടെ ലേസ് ഒട്ടിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ ഗ്യാപ്പ് ഇടുക. അതിന് ശേഷം ആദ്യം നമ്മൾ 2 സൈഡിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ഒട്ടിച്ച പോലെയല്ല, ഈ സൈഡ് തിരിച്ച് ചെയ്യുമ്പോൾ 2 സൈഡിലേക്കും ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ 3 പെയർ ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ ഒരെണ്ണം സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക ചെയ്യണത്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ റെഡും കൂടി വന്നപ്പോഴാണ് ആ ഒരു ഷേപ്പ്, ആ ലീഫിൻ്റെ ഷേപ്പ് മനസ്സിലാവാത്ത പോലെ. പക്ഷെ ഭംഗിയുണ്ട്, കാണാനായിട്ട് ഭംഗിയുണ്ട്. അടുത്തേക്ക് കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗി തോന്നുന്നുണ്ട്. ചിലപ്പോൾ അകലേക്ക് ആ ഷേപ്പ് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രീൻ എടുത്തിട്ട് നിങ്ങൾ റെഡ് ഒട്ടിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഗ്ലിറ്റർ ഷീറ്റ് എടുത്ത് നമ്മുടെ ഹെയർ ബോം ഒട്ടിച്ചിട്ട് നമ്മളിങ്ങനെ റെഡ് കൊടുക്കുക. അങ്ങനെ ആയാലും ഭംഗി ഉണ്ടാവും. ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോകും. ഉണങ്ങണ വരെ നമുക്കതൊന്ന് ഉണങ്ങണ വരെ എന്ന് വെച്ചാൽ ഒരുപാട് ടൈം വേണ്ട. ജസ്റ്റ് ഗ്ലൂ ഒന്ന് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി പിടിച്ചാൽ അതവിടെ പിടിച്ചോളും. പിന്നെ നമ്മൾ അത് ഉണങ്ങിയതിന് ശേഷം, നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എടുത്ത് യൂസ് ചെയ്യുക. എപ്പോഴും നമുക്ക് ഇന്ന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ചെയ്ത് വെക്കണം. കാരണം ഇന്ന് തന്നെ ചെയ്ത് ഇന്ന് തന്നെ യൂസ് ചെയ്താൽ അത് വിട്ടുപോകും, ഒട്ടി പിടിക്കാണ്ട് വിട്ടുപോകും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമ്മൾ സെൻറ്ററിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ ആ ഒരു ലീഫ് നേരെ വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബോ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ലേസ് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ വലിയ സ്റ്റോണുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് കിട്ടുന്നത്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മളൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതും ഗ്ലിറ്റർ ഷീറ്റ് തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഒട്ടിച്ചെടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതുപോലെ ഗ്ലൂ കയ്യുമേ ആയിട്ടുണ്ടെങ്കിൽ ഗ്ലിറ്ററുമേ പിടിക്കാതിരിക്കുക. ഗ്ലൂ അതുമേ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്ലിറ്റർ പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ കയ്യുമേ. അല്ലെങ്കിൽ ആ ഗ്ലൂ അവിടെ കളർ എടുത്ത് കാണിക്കും. ഇതുപോലെയുള്ള ഗ്ലിറ്ററുമൊക്കെ സെൻറ്ററിലും ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ ഫ്ലവർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. വൈറ്റ് വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഫ്ലവറിൻ്റെ ആ ഒരു ഇതിന് കറക്റ്റ് നേരെയായിട്ട് നമുക്ക് ഗ്ലൂ ഒന്ന് കൊടുത്തിട്ട് ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ വലിയ സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഭംഗി. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോൺ ഷീറ്റ് കിട്ടും, സ്റ്റോൺ ചെയിനല്ല സ്റ്റോൺ ഷീറ്റ് കിട്ടും. ഡബിൾ ലെയർ എടുത്തിട്ട് അതും വേണമെങ്കിൽ നമുക്ക് റൗണ്ടിലൊന്ന് ചുറ്റി കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ വൈറ്റ് കിട്ടുമ്പോഴാണ് അതിന് ഭംഗി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വൈറ്റ് ഫ്ലവർ ഒട്ടിച്ച് കൊടുത്തത്. ഇങ്ങനെ മാത്രമായാലും മതി. അപ്പോൾ ഞാൻ സെൻറ്ററിൽ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ലെയർ ഒട്ടിച്ചു, 2 പീസിൻ്റെ ഒരു ലെയറിൽ ഇതുപോലെ 2 എണ്ണം എടുത്തിട്ട് ഒട്ടിച്ചു ഒരു ഇതിൽ. അപ്പോൾ എനിക്ക് തോന്നി അത് പോരാ, ഒരെണ്ണം കൂടി ഒട്ടിച്ച് കൊടുക്കാൻ തോന്നി. അങ്ങനെ ഒരു പീസും കൂടി കട്ട് ചെയ്തിട്ട് 2 സ്റ്റോണിൻ്റെ ഒരു പീസും കൂടി കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇതായാലും മതി. ഞാനൊന്നും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നു. അടുപ്പിച്ച് കൊടുക്കുക, ഗ്യാപ്പ് കാണാത്ത രീതിയിൽ സ്റ്റോണൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ 2-3 വീഡിയോസ് ഇതുപോലെ ക്രിസ്മസിൻ്റെ തീമിലുള്ള ഹെയർ ബാൻഡുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ ഓർഡറൊക്കെ കിട്ടുന്ന സമയമാണ് ക്രിസ്മസിൻ്റെ. അപ്പോൾ ഇതേപോലെയുള്ള മോഡലിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. 2-3 മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയി നോക്കി എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് തോന്നണേന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിലൂടെ പറയുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ മോഡലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.